ഹാപ്പി ബർത്ത്ഡേ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ. പിറന്ന നാൾ വാഴ്ത്തര നൻപ. ഓന്റെ ഒരു പിറന്ന നാൾ. ഹാപ്പി ബർത്ത്ഡേ മൈലോ. എന്താ അവിടെ കൊഞ്ചില്. എടാ പിന്നെ എടാ ഈ ബർത്ത്ഡേനെ കുറിച്ചിട്ടേ അന്റെ നിലപാടെന്താ? ബർത്ത്ഡേ എന്ന് പറയുമ്പോ ഒരാളെ ജനിച്ച ദിവസം കവറാക്കുമ്പോ അടിപൊളിയല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ആഘോഷിക്കപ്പെടുന്നതേ നമ്മുടെ മരണത്തെ അല്ലേ? മനസ്സിലായില്ല. എടാ നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരാണോ? അല്ല. അല്ലല്ലോ. എല്ലാവർക്കും ഓരോ എക്സ്പയർ ഡേറ്റ് ഇല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും കൊണ്ട് മരണത്തേക്കല്ലേ? അപ്പൊ നമ്മള് ആഘോഷിക്കപ്പെടുന്ന മരണത്തല്ലേ? എന്തായാലും മരിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ മരിച്ചോണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഓരോ സെക്കൻഡ് ആഘോഷിക്കല്ലേ വേണ്ട? 24 മണിക്കൂർ മരിക്കാച്ചിട്ട് കിടക്കാം. ബർത്ത്ഡേ ആഘോഷിക്കാണെങ്ങനെ എന്താ എന്റെ പ്രശ്നം? ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരും വിഷ് ചെയ്തില്ല, സെലിബ്രേറ്റും ചെയ്തില്ല. എടാ ഇന്നലെ ഞാൻ മറന്നു പോയതാണ്. എന്റെ സ്റ്റോറി കണ്ടപ്പോഴേക്ക് മനസ്സിലായി. ഇന്ന് ഫുൾ പാർട്ടി. കേക്ക് കുറിക്കോ? ബട്ടർസ്കോച്ച് തന്നെ തുപ്പി മേടിക്കാം. അപ്പൊ മരിക്കണ്ടേ? അല്ല, അത് ഞാൻ ഡിപ്രഷനിലെ ഒരു തത്വം പറഞ്ഞതാ. നല്ല ഡിപ്രഷനും താത്തയും നടന്നാണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഏറെക്കുറെ. മരിക്കാന്ന് പറഞ്ഞ ഭയങ്കര സംഭവം അല്ലേ? കൂടുതൽ വലിയ കാര്യങ്ങളൊക്കെ ആലോചിക്കണ്ട. തൽക്കാലം നടക്കും. വിജയ് സ്റ്റോറി കേട്ടോ. അതിന് ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? അത് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ഈ സ്റ്റോറി താഴെ ബാക്കിയുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ എല്ലാവരും സ്റ്റോറി ഇടും. സെറ്റ് സൈക്കോളജിക്കൽ മൊമെന്റ്.